കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ഉത്സവങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന അതീവ ഭക്തി നിർഭരമായ ഒരു അനുഷ്ഠാന കലയാണ് തോറ്റംപാട്ട്. തോറ്റം എന്ന വാക്കിന് തോന്നിപ്പിക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നാണ് അർത്ഥം. അതായത് മന്ത്രതുല്യമായ വരികളിലൂടെയും നന്ദുണിയുടെ താളത്തിലൂടെയും ഭഗവതിയുടെ ചൈതന്യത്തെ ഭക്തമനസ്സുകളിൽ ഉണർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന സങ്കല്പം. ദേവി അദൃശ്യ രൂപത്തിൽ പാട്ടുപുരയിൽ വന്നിരുന്ന് തൻ്റെ തന്നെ ചരിത്രം കേൾക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ തോറ്റംപാട്ട് നടക്കുമ്പോൾ അത് വെറുമൊരു പാട്ടായല്ല, മറിച്ച് ഭഗവതിയുടെ സാന്നിധ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത്. ഇതിലെ കഥാതന്തു പ്രധാനമായും ഭദ്രകാളിയുടെ ജനനവും ദാരികൻ എന്ന അസുരനുമായുള്ള യുദ്ധവുമാണ്. ലോകത്തെ പീഡിപ്പിച്ചിരുന്ന ദാരികനെ നിഗ്രഹിക്കാൻ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ച കാളി യുദ്ധകളത്തിൽ ദാരികനോട് പൊരുതി വിജയിക്കുന്ന വീരചരിതമാണ് വരികളിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയും തോറ്റമായി പാടാറുണ്ട്. അനീതിക്കെതിരെ പോരാടിയ കണ്ണകിയുടെ ക്രോധവും കരുണയും ഇതിൽ മിന്നിമറയുന്നു. പാട്ടുകാരൻ നന്ദുണി മീട്ടി പാടുമ്പോൾ ദേവിയുടെ ജനനം മുതൽ യുദ്ധം വരെയുള്ള ഓരോ ഘട്ടവും അതിമനോഹരമായ തമിഴ് കലർന്ന മലയാളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. തോറ്റംപാട്ടിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ പ്രത്യേകതയുണ്ട്. ദേവിയെ പാട്ടുപുരയിലേക്ക് ആവാഹിക്കുന്നത് മുതൽ യുദ്ധം ജയിച്ച് മടങ്ങി വരുന്നത് വരെയുള്ള ഭാഗങ്ങൾ പാടുമ്പോൾ ക്ഷേത്ര അന്തരീക്ഷം മുഴുവൻ ഒരു പ്രത്യേക ഊർജത്താൽ നിറയുന്നു. പാട്ടു മുറുകുന്നതിനനുസരിച്ച് ഭക്തർക്ക് ദേവിയോടുള്ള ഭക്തിയും ആത്മീയമായ ഉണർവും അനുഭവപ്പെടും. രോഗദോഷങ്ങൾ മാറുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും ഭഗവതിയുടെ ഈ വിജയഗാഥ കേൾക്കുന്നത് അത്യന്തം വിശേഷമാണെന്നാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ കലയും ഭക്തിയും പുരാണവും ഒത്തുചേരുന്ന തോറ്റംപാട്ട് കേരളീയ ഹൈന്ദവ സംസ്കാരത്തിലെ മനോഹരമായ ഒരു ആത്മീയ അനുഭവം തന്നെയാണ്.